ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കാന്താരി വീഡിയോ ആണ്. കാന്താരി പറിക്കുന്ന വീഡിയോ ആണ്. കാണുന്നുണ്ടോ? കാണിച്ചു തരാം. ഇപ്പം ഇതിലൊന്നുമില്ല, ഇതൊരു ബിരിയാണി കണ്ടെയ്നറാണ്. അപ്പോൾ ഇന്ന് കാന്താരി, ഇവിടെ കുറച്ച് കാന്താരി ഉണ്ട്. കുറച്ച് ദിവസമായിട്ട് എന്നോട് കാന്താരി പറിക്കാൻ പറഞ്ഞിട്ട് ഞാൻ വേറെ തിരക്കിലായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അതാണ്. അപ്പോൾ ഡെയിലി വ്ളോഗ് ഞാൻ ഇടുന്നുണ്ട്. ഞാൻ ഈ വീട്ടിൽ ഞാൻ ചെയ്യുന്ന എൻ്റെ കുറേ ആക്ടിവിറ്റീസ് അതാണ് ഞാൻ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നതും അത് തന്നെയാണ്. സോ അപ്പോൾ വലിച്ചൊന്നും നീട്ടുന്നില്ല. പറിച്ചാലോ കാന്താരി? അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യണേ. പോവാം, കാന്താരി പറിക്കാം. ഇവിടെ നിറയുണ്ട്. കാണുന്നുണ്ടോ? നിൽക്കാൻ സൗകര്യമില്ല, വെയിൽ ഭയങ്കര. ഇതധികം എരിവില്ലാത്ത നല്ല വെള്ളമുളകാണ്. കാണുന്നുണ്ട്. ഇതുപോലെ കുറേ ഉണ്ട്. ആകെ 2 ചെടിയുള്ളൂ, പക്ഷെ നിറയെ മുളകുണ്ട്. തൈരിലിട്ടിട്ടില്ലേ, കേഡ് ചില്ലി ആയിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങില്ലേ, അതുപോലെ നമ്മൾ തൈരിലിട്ടിട്ട് ചെയ്ത് നല്ല ടേസ്റ്റാണ്. അധികം എരിവില്ലാത്തതുകൊണ്ട്. മുളക് പൊട്ടിച്ച് ഇലയോടെ വരുന്നു. ഭയങ്കര വെയിൽ. ഇത്ര വെള്ളം കിട്ടി. ഇനി കാന്താരി കുറേ ഉണ്ട്. ഒരു കുഞ്ഞു ചെടിയാണ്. കാന്താരി നിറയുണ്ട്, പക്ഷെ നോക്കിയിട്ട് കാണുന്ന പോലുമില്ല.
ഇവിടെ മുൻപ് കുറച്ച് പറിച്ചതാണ്, അതുകൊണ്ട് കുറച്ച് കുറവുണ്ട്. ഇനി അവിടെ അപ്പുറത്തൊരു കുഞ്ഞു ചെടിയുണ്ട്, അതിൽ നിറയുണ്ട്. ഇതൊരു കുഞ്ഞു ചെടിയാണ്, ഇഷ്ടം പോലെ ഉണ്ട്. കാണുന്നുണ്ടോ? ഇതങ്ങനെ കാന്താരിയാ, പക്ഷെ ചെടി മുരടിച്ച് പോയി. ഒരു കൊച്ചു ചെടിയിൽ എത്രയാണ്. ഇത് കഴിഞ്ഞ ആഴ്ച പറിച്ചതേ ഉള്ളൂ. കാന്താരിയും വെള്ളയും പറിച്ചു, കുറേ കിട്ടി. എല്ലാവർക്കും കൊടുക്കാറുണ്ട്, ഒരു ചെടിയിലല്ലേ ഉള്ളൂ. ഇത്രയും കിട്ടി. ഞാൻ പറിച്ചപ്പോൾ മുളക് മാത്രമല്ല, കുറച്ച് ഇലയും കൂടെ വന്നു. ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അധികം എരിവില്ലാത്ത മുളകാണ്. കാന്താരി പിന്നെ ഒന്നും പറയണ്ട, നമുക്കിവിടെ പിടിക്കും. അപ്പോൾ
ഇത് ഇവിടെ നമ്മളെല്ലാവർക്കും പറിച്ച് കൊടുക്കും. ഇത് നല്ല കട്ട തൈരിൽ ഇതിങ്ങനെ കുറച്ച് കീറിയിട്ട് നല്ല നമുക്ക് ഉപ്പും അതിനനുസരിച്ച് ഇട്ടിട്ട് തൈരിലിട്ട് വെച്ചാൽ കുറച്ച് നേരം ഒരു നൈറ്റ് ഫുള്ളായിട്ട് നമ്മൾ ഇട്ട് വയ്ക്കും. രാവിലെ നമ്മളത് ഉണക്കിയെടുക്കും. എന്നിട്ട് നമ്മൾ ഫ്രൈ ആക്കുമ്പോഴല്ലോ ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. അവിടെ തുടങ്ങി നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും അവിടെ തുടങ്ങും. അപ്പോൾ അതാണ് എല്ലാ ആഴ്ചയും ഇത് പറിക്കാറുണ്ട്, എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ആഴ്ച ഇത്രയും കിട്ടിയുള്ളൂ. ആകെ 2 ചെടിയാണുള്ളത്. പക്ഷെ നന്നായിട്ട് ശ്രദ്ധിച്ചാണെങ്കിൽ വന്നേനെ. ഇത് 2 വർഷമായിട്ട് ഇരിക്കുന്നു, വെട്ടാൻ പറഞ്ഞ് കേൾക്കില്ല. അപ്പോൾ എന്നിട്ടാണ് ഇത്ര കിട്ടിയത്. ഇപ്പോഴും നിറയെ അന്നത്തെ വ്ളോഗിൽ ചെയ്ത ഗ്രോ ബാഗിലൊക്കെ വീണ്ടും ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞാൻ ഈ ചെടി ഇങ്ങനെ വന്നപ്പം ഞാൻ പേടിച്ചു പോയി, ഇത് എന്താണോ എന്ന്. മേലെ ഇതിൻ്റെ ഇല പെട്ടപ്പോൾ പേടിച്ചു പോയി. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും കാന്താരി വ്ളോഗ് ടാറ്റാ.